പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലെ നാലാമത്തെ ടെൻസ്, അതായത് പ്രസന്റിലെ അവസാനത്തെ ടെൻസ്. ഈ വിഭാഗത്തു നിന്നും പരീക്ഷകളുടെ ചോദ്യങ്ങൾ വരും. ഇതൊരു സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ടെൻസാണ്. ഇവിടെ നമ്മൾ ഹാസും ഹാവും പ്ലസ് ബീനും ചേർക്കും, എന്നിട്ട് വെർബിൻ്റെ ING ഉപയോഗിക്കും. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, പെർഫെക്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, കണ്ടിന്യൂസും ഓൾറെഡി പഠിച്ചതാണ്. ഇത് രണ്ടും കൂടി ഇവിടെ ജോയിൻ ചെയ്യാണ്, രണ്ടും കൂടെ കൂടിച്ചേരുകയാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പെർഫെക്റ്റിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി ആണല്ലോ ഹാസും ഹാവും. കണ്ടിന്യൂസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി ആണ് ഏത്? ഈസ്, ആം, ആറ്. അപ്പോൾ ഈസ്, ആം, ആറ് എന്ന് പറയുമ്പോൾ 3 ഓക്സിലറി ഉണ്ട്. അതെല്ലാം കൂടെ ഇങ്ങനെ പറയാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ആ 3 ഇങ്ങോട്ട് ഫാമിലിയുടെ പേരായ ബീനാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ജലീലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്നോട്, നേരത്തെ ടെൻസുമായി ബന്ധപ്പെട്ടതാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ആൻസർ പറയാം. എന്താണ്? രാജേഷ് ഹാസ് ജോയിൻഡ് ദ ബാങ്ക് ഇൻ 1990. ഇത് തെറ്റാണ്. എന്താ തെറ്റ്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? രാജേഷ് ഹാസ് ജോയിൻഡ് ദ ബാങ്ക് ഇൻ 1990 എന്ന് പറയുന്നതിൽ ഒരു തെറ്റുണ്ട്. ഇവിടെ എക്സാക്ട് ടൈം തന്നിട്ടുണ്ട്. അതുകൊണ്ട് രാജേഷ് ജോയിൻഡ് ദ ബാങ്ക് ഇൻ 1990 എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സമയം എക്സാക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ, എപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യുക. ഏത്? പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കില്ല, സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, അപ്പം നേരത്തെ ടെൻസുമായി ബന്ധപ്പെട്ടതാണ്. അത് ഞാൻ വായിക്കുകയാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ പോയിന്റിലേക്ക് വരാം. എന്താണ് പോയിന്റ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ബിഗാൻ ഇൻ ദ പാസ്റ്റ് ആൻഡ് സ്റ്റിൽ ഗോയിങ് ഓൺ. പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം നമ്മൾ പറയണ സമയത്തും തുടർന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ, അതായത് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്, അത്തരം കാര്യങ്ങളാണ് ഈ ടെൻസിൽ പറയാം. ഇപ്പോൾ ഐ ഹാവ് ബീൻ റൈറ്റിംഗ് പോയം, ഞാൻ പോയം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ 2 hours, 2 മണിക്കൂറായിട്ട്. അപ്പോൾ 2 മണിക്കൂറായിട്ട് ഞാൻ കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്, 2 മണിക്കൂറായിട്ട് ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ തുടങ്ങിയതാ? കുറേ നേരമായി തുടങ്ങിയിട്ട്. ഇപ്പം പറയുന്ന സമയത്തും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങൾ പറയാൻ ഈ ടെൻസ് ഉപയോഗിക്കുന്നു. I have been writing a poem since this morning. He has been preparing for LDC exam for 6 months. 6 മാസമായിട്ട് LDCക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 മാസം മുമ്പ് തുടങ്ങിയതല്ലേ? They have been staying in Bangalore since 2020. 2020 മുതൽ അവർ ബാംഗ്ലൂരിൽ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ പൊതുവെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ ടെൻസിൽ ആദ്യത്തിൽ ഒരു 4 ഉണ്ട്. ഫോർ 2 hours, 2 മണിക്കൂറായിട്ട്. ഇവിടെ എന്താ? സിൻസ് ദിസ് മോർണിംഗ്. ഇവിടെ സിൻസിൽ ഇന്ന് രാവിലെ മുതൽ. ഫോർ 6 months, 6 മാസമായിട്ട്. സിൻസ് 2020, 2020 മുതൽ. സിൻസും അതുപോലെ ഫോറും ഇസ് പാർട്ട് ഓഫ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒരു സൂചകമാണ്. പൊതുവേ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകളിൽ ഈ പറയുന്ന കൺജങ്ഷൻസ് ഉണ്ടാവും. സിൻസ് എപ്പോഴും ഇൻഡിക്കേറ്റ് എ പോയിന്റ് ഓഫ് ടൈം, ഒരു പോയിന്റ് ഓഫ് ടൈം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫോർ ഇൻഡിക്കേറ്റ്സ് പീരീഡ് ഓഫ് ടൈം. ഫോർ ഒരു പീരീഡ് ഓഫ് ടൈം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ ഈ ടെൻസ്. ഓക്കെ, ഈ ടെൻസ് പരീക്ഷകളിൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ ഫോറും സിൻസും ശ്രദ്ധിച്ചുകൊണ്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കിയേ. വി ഡാഷ് ഇൻ ദിസ് ടൗൺ സിൻസ് 1955. വി ഡാഷ് ഇൻ ദിസ് ടൗൺ സിൻസ് 1955. നോക്കട്ടെ. ഹാവ് ബീൻ ലിവിങ്, ഹാഡ് ബീൻ ലിവിങ്, ഹാസ് ബീൻ ലിവിങ്, വേർ ലിവിങ്. നോക്കട്ടെ, എന്താ ഇവിടെ ശരി ഉത്തരം?
നമുക്കറിയാം സിൻസ് കണ്ടപ്പോൾ തന്നെ പെർഫെക്റ്റ് കൺവെൻഷൻസ് ആണെന്ന് മനസ്സിലായി 1955 മുതൽ. അപ്പോൾ പണ്ടെപ്പോഴോ തുടങ്ങിയതാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വി ഹാവ് ബീൻ ലിവിങ് അല്ലേ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഹാസ് ഹാവിൻ്റെ കൂടെ ബീൻ ഉണ്ടാവും, വെർബിൻ്റെ ING ഉണ്ടാവും. വി പ്ലൂറൽ ആയതുകൊണ്ടാണ് ഹാവ് ബീൻ, അല്ലെങ്കിൽ ഹാസ് ബീൻ ലിവിങ് വരികയായിരുന്നു. മൈ സിസ്റ്റർ ഡാഷ് ഇൻ മൈ ഹൗസ് ഫോർ 5 years. എൻ്റെ സിസ്റ്റർ എൻ്റെ വീട്ടിൽ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 4 ഉണ്ട്. 4 കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. ഇതിലെവിടെയാണ് അവസാനിച്ചത്? സിസ്റ്റർ എൻ്റെ വീട്ടിൽ നിന്ന് പോയി എന്നില്ല, അതുകൊണ്ട് ഇത് ഒരിക്കലും പാസ്റ്റ് ആവുന്നില്ല, ഇത് പ്രസൻറ്റ് തന്നെയാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമുക്കറിയാം ഹാസ്, അയ്യോ കറണ്ട് പോയല്ലോ, ഓക്കെ, അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING, വെർബിൻ്റെ ING ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഏതാണ്? ഹാസ് ബീൻ. മൈ സിസ്റ്റർ സിംഗിൾ ആണ്, സ്റ്റേയിങ് ആണ് ശരി ഉത്തരം. പെർഫെക്റ്റ് കണ്ടീഷൻസ് ആണ്. സുമയ്യയുടെ ചോദ്യമാണ് പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കാറില്ലേ എന്ന്. ഏത് ഫോറും സിൻസും വളരെ അപൂർവമായി ഉപയോഗിക്കാറുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അപൂർവമായി ഉപയോഗിക്കാറുണ്ട്, വളരെ റെയറായിട്ട് കേട്ടോ. ഇനി മൈ മദർ ഹാസ് ബീൻ ഡാഷ് ഇൻ ബെഡ് ഓൾ മോർണിംഗ്. ഓക്കെ, മൈ മദർ ഹാസ് ബീൻ ഡാഷ് ഇൻ ബെഡ് ഓൾ മോർണിംഗ്. ഇവിടെ ഏതാണ് ശരി ഉത്തരം? നോക്കിയേ, മൈ മദർ ഹാസ് ബീൻ ഡാഷ് ഇൻ ബെഡ്. ഇവിടെ നമ്മളോട് ING രൂപത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കിടക്കുക അല്ലേ, അമ്മ എന്താ പറയുക, രാവിലെ മുതൽ കിടക്കുകയായിരുന്നു. അപ്പോൾ കിടക്കുക എന്നുള്ള ലൈ എന്നാ പറയാം. അപ്പോൾ ഹാസ് ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹാസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING വേണം. കാരണം ഇത് എന്താണ്, രാവിലെ മുതൽ കിടക്കുകയാണെന്ന ഉദ്ദേശത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. സിൻസ് ഫോർ അവിടെ ഇല്ലെങ്കിലും തുടർച്ചയായിട്ടുള്ള കാര്യമാണ്, നമുക്ക് ഈ ഹാസ് ബീൻ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വേണം? വെർബിൻ്റെ കൂടെ ING വേണം. ലൈയിൻ്റെ കൂടെ ING കൂട്ടിയാൽ ലൈയിങ് ആണ്. ഇത് നിങ്ങൾക്ക് ഞാൻ ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് ലൈ എന്ന് പറഞ്ഞ വാക്കിൻ്റെ വിവിധ രൂപങ്ങൾ, ലൈ, ലേ, അതുപോലെ ഇങ്ങനെ ലെയ്ഡ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ വിവിധ രൂപങ്ങളുണ്ട്, ഈ ലൈയിൻ്റെയും ലേയിൻ്റെയും. അതിൻ്റെ ഒരു ഭാഗം തന്നെ ഈ ഒരു ക്ലാസ്സിൻ്റെ അങ്ങ് അറ്റത്തുണ്ട്. അതുകൊണ്ട് ഈ ഒരു സീരീസ് നിങ്ങൾ കറക്റ്റ് കണ്ടാൽ മതി, അവസാനം വരെ കണ്ടാൽ അതിൻ്റെ ഉത്തരം കിട്ടും. ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഈ ചോദ്യത്തിൽ ലൈയിൻ്റെ കൂടെ ING കൂട്ടിയാൽ ലൈയിങ് ആണ്. അപ്പോൾ ഇതാണ് ഇവിടെ ശരി. ഇത് ഒരുപാട് തവണ പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്, 1, 2 തവണയല്ല, ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത്, ഈ സീരീസിൻ്റെ ടെൻസസിൻ്റെ അവസാന ഭാഗത്ത് ലൈയിൻ്റെ വിവിധ രൂപങ്ങൾ പറയുന്ന ഭാഗം മറക്കാതെ പ്രത്യേകം കാണുക. ഓക്കെ, ഇനി നമ്മൾ 5ാമത്തെ ടെൻസിലേക്ക് കിടക്കുകയാണ്.